നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കനത്ത മഴയിൽ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്ന് 2 ബൈക്കുകളും ഗ്യാസ് സിലിണ്ടറും മോട്ടോറുകളും ഉള്ളിലേക്ക് പതിച്ചു. വീടിന്റെ തറഭാഗം തകർന്ന് അപകട ഭീഷണി ഉയർന്നതോടെ ഫയർഫോഴ്സും ജിയോളജി വകുപ്പും ഉൾപ്പെടെയുള്ള അധികൃതർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം വീടിന്റെ സുരക്ഷ മുൻനിർത്തി കിണർ അടിയന്തരമായി മണ്ണിട്ട് മൂടി. ബൈക്കുകൾ പുറത്തെടുക്കാനാകാതെയാണ് കിണർ മൂടിയത്. അപകട സമയത്ത് വീട്ടിൽ കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഗൃഹനാഥൻ കിണർ താഴുന്നത് കണ്ട് ഭയന്നോടിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിൽ കനത്ത ചോർച്ചയും വെള്ളക്കെട്ടും. വിഷയത്തിൽ കോൺഗ്രസ് മെമ്പർമാർ ഓഫീസിനുള്ളിൽ കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ചു. മുൻ LDF ഭരണസമിതിയും MLAയും ചേർന്ന് നടത്തിയ അഴിമതിയാണ് കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും പ്രധാനപ്പെട്ട ഫയലുകളും ഉപകരണങ്ങളും നശിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ കെട്ടിടത്തിന്റെ 4ാം ഘട്ട നിർമ്മാണത്തിനായി മുകൾ ഭാഗത്തെ ഷീറ്റുകൾ അഴിച്ചുമാറ്റിയപ്പോൾ പെയ്ത മഴയിലാണ് വെള്ളം കയറിയതെന്നും നിർമ്മാണ കാര്യം വ്യക്തമായി അറിഞ്ഞിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് സമരം നടത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. വിവിധ കേസുകളിലായി തൃശൂർ സിറ്റി പോലീസ് പിടിച്ചെടുത്ത 60 കിലോ കഞ്ചാവ്, മാരക ലഹരിമരുന്നായ മെത്താംഫെറ്റമിൻ, ഹാഷിഷ് ഓയിൽ ഉൾപ്പെടെയുള്ള വൻ ലഹരി വസ്തുക്കളുടെ ശേഖരം കത്തിച്ച് നശിപ്പിച്ചു. പുതുക്കാട്ടുള്ള മഹാദേവ ബ്രിക്സ് വർക്ക്സ് എന്ന ഓട്ട് കമ്പനിയിലെ ചൂളയിൽ വെച്ചാണ് ലഹരി നശീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് ദൃശ്യങ്ങൾ പോലീസ് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തൻകുളം റോഡിന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞ് ചാവക്കാട് സ്വദേശികൾക്ക് പരിക്ക്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന്റെ മറുവശത്തുള്ള വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശവും വീട്ടുമതിലും പൂർണ്ണമായും തകർന്നു.